ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റിയായ ഒരു ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ കോഴിയാണ്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് ഇത്. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 സവോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 6-8 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ചതച്ചിടാം. ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞെടുത്തേക്കുന്നതാണ് ഇത്. ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തെല്ലാമെന്ന് നോക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അത് ഉണ്ടാക്കാൻ വേണ്ടത്. അതിനിയും ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവായും 1/4 ടീസ്പൂൺ ജീരകവും ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വെളുത്തുള്ളി മൂത്ത ഒരു മണം വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ നല്ലതായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കറിവേപ്പിലയും ചേർത്ത് നല്ലതായിട്ടൊന്ന് വീണ്ടും വഴറ്റിയെടുക്കാം. നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ബ്രൗൺ നിറമാകുന്നിടം വരെ ഒന്നും വഴറ്റിൻ്റെ ആവശ്യമില്ല. നല്ലതായിട്ടൊന്നും വഴന്ന് കിട്ടിയാൽ മതി. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും എല്ലാം ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടി ഇട്ട് വഴറ്റുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് വീണ്ടും നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വേകാൻ വേണ്ടി നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റി ചേർക്കാം. ചിക്കനിലെ മസാലയൊക്കെ പുരളുന്നിടം വരെ നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചിക്കൻ പീസുകളിൽ എല്ലായിടത്തും ഈ മസാല പുരളാൻ വേണ്ടി നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് ചിക്കൻ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരമായി. ഇതൊന്ന് നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചിക്കന് പകുതി വേവായിട്ടുണ്ട്. ഇനിയും ബാക്കിയും കൂടെ വേകാൻ വേണ്ടി നമുക്കിതൊന്ന് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ കറി നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവി ഇത്രയും വേണമെങ്കിൽ മാത്രം നമുക്കിത് തീ ഓഫ് ചെയ്ത് മല്ലിയില ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ചുകൂടെ ചാറ് പറ്റി വരണം. അതിനുവേണ്ടി ഒരു 3-4 മിനിറ്റ് കൂടെ ഞാനിതൊന്ന് തുറന്ന് വെച്ച് വേവിച്ചെടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ കറി റെഡിയായി. അതിലേക്ക്
കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. മല്ലിയിലയുടെ മണമൊക്കെ ചിക്കൻ കഷ്ണങ്ങളിൽ പിടിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. മല്ലിയില ഇടുന്നത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി റെഡിയായി. അതിനി ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്